നമ്മുടെ ഇന്ത്യൻ യൂത്ത്സിന്റെ ഇടയ്ക്ക് ഒരു ഹോട്ട് കുക്കിംഗ് സബ്ജക്റ്റ് ആണ് മൈഗ്രേറ്റിംഗ് ടു യൂറോപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ ജോബ്. അതായത് വെസ്റ്റേൺ കൺട്രീസിലേക്ക് എഡ്യൂക്കേഷനും ജോബിനും വേണ്ടിയിട്ട് പോകുന്ന യൂത്ത്സ് അല്ലെങ്കിൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. 2013 മുതൽ 2023 വരെയുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1.75 മില്യൺ ഇന്ത്യൻസ് ഓൾറെഡി പോയി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഗിവ് അപ്പ് ചെയ്തിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തവരുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സിറ്റിസൺഷിപ്പ് എടുത്ത USA ആണ്, പിന്നെ കാനഡയാണ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ആണ് തേർഡിൽ വരുന്നത്. ഇന്ത്യൻസ് അറൗണ്ട് 135 രാജ്യങ്ങളിൽ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യൻസിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വേറെ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അറ്റ്മോസ്ഫിയർ, അതേപോലെ തന്നെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഓഫ് ലിവിംഗ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്നാൽ മറുവശത്ത് ബീങ് ആൻ ഇന്ത്യൻ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് ഒരുപാട് യൂത്ത്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോയിട്ടാണ് അധികം ആൾക്കാർ സിറ്റിസൺഷിപ്പ് എടുക്കുന്നത്. ഹയർ എഡ്യൂക്കേഷനൊക്കെ പോയിട്ട് ഡുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് മാത്രം എടുത്തിട്ടാണ് നമ്മളെ യൂത്ത്സ് അവിടെ താമസിക്കുന്നത്. ഈ സമയത്ത് നമ്മളെ രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു ബിഗ്ഗസ്റ്റ് വർക്ക് ഫോഴ്സ് ആണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നാളത്തെ എസറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലേക്ക് മോസ്റ്റ് പറഞ്ഞ നമ്മൾ യൂത്ത്സ് ഉണ്ടെന്നാണ്. പക്ഷെ ഇവിടുന്ന് ഒരു വർക്ക് ഫോഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ അസറ്റായിട്ട് മാറുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ട് തീരാ നഷ്ടമാണ് ഇത്. മറുവശത്ത് ഒരുപാട് മക്കളെ കുറിച്ച് ഡ്രീംസും ഹോപ്സും ഒക്കെ വെക്കുന്ന പേരൻസിനെ വിട്ട് അവർ യൂറോപ്പിലേക്ക് പോയി അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പേരൻസിനും ഇതൊരു തീരാ നഷ്ടം തന്നെയല്ലേ. എന്തായാലും നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യണേ.